ഇനിയും നിങ്ങൾ ഇക്കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ഈ സമാധാനപരമായിട്ടുള്ള സമരത്തിന്റെ മുഖം മാറ്റി മറ്റ് പല രീതിയിലും സമരം നടന്നുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നേതാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇന്ന് നടന്ന ഈ മുനിസിപ്പൽ മാർച്ചിന്റെ ആവശ്യങ്ങൾ ഇവിടെ മുഴക്കപ്പെട്ട മുദ്രാവാക്യങ്ങളിലൂടെയും സുധീഷിന്റെ സ്വാഗത പ്രസംഗത്തിലൂടെയും ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ പോകുന്ന ഈ നഗരസഭ ഇന്ന് വികസന സ്തംഭനത്തെ നേരിടുകയാണ്. മുനിസിപ്പൽ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും അവരുടെ കാര്യങ്ങളിലുള്ള അനാസ്ഥയും തീരുമാനങ്ങളിലെ അനീതിയും നഗരവാസികൾ മാത്രമല്ല ഈ നഗരത്തിൽ നിത്യേന വന്നുപോകുന്ന പതിനായിരക്കണക്കിന് ആളുകളെ ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. ഇരിഞ്ഞക്കാലക്കുട മുനിസിപ്പൽ പട്ടണം നഗരസഭയായിട്ട് 75 വർഷം പിന്നിടുന്നു. അതിനു മുമ്പ് ഈ പട്ടണത്തിന്റെ മഹത്വം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ ഒരു കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ഏകകണ്ഠമായിട്ട് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനോ കേൾപ്പില്ലാത്ത ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് അപമാനകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് UDFന്റെ നേതൃത്വത്തിൽ ഈ പുതിയ നഗരസഭയുടെ ഭരണം നടക്കുന്നതെന്ന് നമുക്കറിയാം.